ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ചറപ്പിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും രണ്ട് ഷഹാദകളിൽ നിലനിൽക്കുന്നത്. ഏതാണ് രണ്ട് ഷഹാദ എന്ന് പറഞ്ഞാൽ? ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല, ആരാധനക്ക് അർഹതപ്പെട്ടവൻ അവൻ മാത്രമാണ് എന്ന് സാക്ഷ്യം വഹിക്കലാണ്. രണ്ടാമത്തെ ഷഹാദ എന്താണ്? വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ, അവിടുന്ന് അല്ലാഹു ദൂതനായി അയച്ചതാണ് എന്നതിൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന വിശ്വാസവും സാക്ഷ്യവചനവുമാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടണോ ഇഷ്ടപ്പെടണ്ടേ എന്നൊരു തർക്കം ഒരിക്കലും മുസ്ലിം ലോകത്തില്ല, വിശ്വാസികൾക്കിടയിലില്ല.
ഈമാനുള്ളവർക്ക് ആ തർക്കം നടത്താൻ സാധിക്കുകയില്ല. കാരണം ആ പ്രവാചകനെ സ്നേഹിക്കൽ നിർബന്ധമായ കാര്യമാണ്. ആ പ്രവാചകനെ സ്നേഹിക്കാത്തവൻ മുസ്ലിമല്ല, മുഅ്മിനല്ല, അവന് ഇസ്ലാമുമായൊരു ബന്ധവുമില്ല എന്നതാണ് ആദ്യ പടിയെന്നോണം. പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം നോക്കിയ പണ്ഡിതന്മാർ വ്യക്തമായി ആ വിഷയത്തെ ക്രോഡീകരിക്കുന്നുണ്ട് പല ഗ്രന്ഥങ്ങളിലും. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആരാണ് ഉമർ? ഉമറുൻ ഫിൽ ജന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നാവിലൂടെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഉമറേ റളിയല്ലാഹു അൻഹു, താങ്കൾ സ്വർഗ്ഗത്തിലാണ്. ഉമറിന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഖലീഫമാരെ തെരഞ്ഞെടുത്തപ്പോൾ രണ്ടാമതായി തെരഞ്ഞെടുക്കപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ സ്വഹാബത്തിന്റെ ഒപ്പമൊക്കെ ഇങ്ങനെ നടക്കുമ്പോ, പ്രവാചകന്റെ ഒപ്പം ഇങ്ങനെ നടക്കുമ്പോ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യങ്ങ് പിടിക്കുകയാ. എന്നിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരേ, യാ റസൂലല്ലാഹ്, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിൻ നഫ്സി. എന്റെ നഫ്സ് കഴിഞ്ഞാൽ, എന്റെ ശരീരം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അങ്ങയെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചതാ. പ്രവാചകന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അങ്ങയെ വലിയ ഇഷ്ടാട്ടോ. ആ പറച്ചിലിൽ എന്നെ കഴിഞ്ഞാൽ എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടപ്പോ പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദിഹി, ലാ, അങ്ങനെയല്ല, എന്റെ ശരീരം ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ നഫ്സിനെക്കാളും നീ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ ഉമറേ താങ്കൾ മുഅ്മിനാകില്ല. ഉമറേ, താങ്കളുടെ ഈമാൻ പൂർത്തിയാകില്ല. ഉമറേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെന്ന് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നത് എന്താണെന്നറിയോ? അങ്ങനെയാണ് കാര്യമെങ്കിൽ പ്രവാചകരെ, ഫഇന്നഹുൽ ആൻ, എങ്കിൽ പ്രവാചകരെ ഇപ്പോൾ ഉണ്ടല്ലോ, ഈ സമയം മുതൽക്കുണ്ടല്ലോ, വല്ലാഹി ലഅൻത അഹബ്ബ ഇലയ്യ മിൻ നഫ്സി, എങ്കിൽ ഈ സമയം മുതൽ എന്റെ നഫ്സിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങയെയാണ് പ്രവാചകരെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി പറയുമ്പോ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാ, അൽ ആൻ യാ ഉമർ, ഉമറേ ഇപ്പോൾ ശരിയായിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു, തർക്കങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചാലും പ്രവാചകനെ ഞാനും നിങ്ങളും സ്നേഹിക്കേണ്ട പോലെ സ്വന്തം ശരീരത്തെക്കാൾ ആ പ്രവാചകനെ സ്നേഹിക്കണുണ്ടോ? നമ്മളൊന്ന് വിലയിരുത്തി നോക്കി. സ്വന്തമായിട്ടും എന്റെ ഹബീബിനെ, എന്റെ നേതാവിനെ ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്? എന്റെ ശരീരത്തെക്കാൾ എനിക്ക് ആ പ്രവാചകനെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ ശരീരത്തെക്കാളും അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഫവല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാകില്ല.
നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകില്ല. ഏതുവരെ എന്നറിയോ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി. ആ ഹദീസിൽ അത്രയേ ഉള്ളൂ. എന്താണ്? അകൂന അഹബ്ബ ഇലൈഹി, അവൻ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ ആരെക്കാളും, അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ മക്കളെക്കാളും ആ പ്രവാചകനെ ഒരാൾ ഇഷ്ടപ്പെടുന്നത് വരെ ഒരുത്തന്റെ ഈമാൻ പൂർണ്ണമാകുന്നില്ല എന്ന് പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈ ഹദീസ് അങ്ങ് വായിക്കുമ്പോ എന്റെ കുട്ടിയേക്കാൾ എനിക്ക് എന്റെ പ്രവാചകനെ ഇഷ്ടമാണോ? എന്റെ മാതാപിതാക്കളെക്കാൾ എന്റെ പ്രവാചകനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ, ചിന്തിക്കണ്ടേ? വാപ്പാക്കു വേണ്ടി ദീൻ മാറ്റി വെച്ചവരുണ്ടെങ്കിൽ പരാജയമല്ലേ? ഉമ്മാക്കു വേണ്ടി ദീൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പരാജയമല്ലേ? മക്കൾ വലുതായപ്പോ അവരുടെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിതാ വീട്ടിലേക്ക് ഹറാമുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പറയാ, മക്കൾ നിർബന്ധിച്ചത് കൊണ്ടാ. കല്യാണ വീട്ടുകളിലെ ആഭാസങ്ങൾ കാണുമ്പോ ദീനുള്ളവർ വപ്പാനോട് ചോദിക്കുമ്പോ പറയാ, ഞാൻ എന്ത് ചെയ്യാനാ? മക്കളുടെ ഏർപ്പാടായതൊക്കെ. സഹോദരങ്ങളെ, മക്കളെക്കാൾ ഇഷ്ടപ്പെടേണ്ട പ്രവാചകരെ എന്നല്ലേ മുഅ്മിനാകണമെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ളത്? തയ്യാറുണ്ടോ എന്നതാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. എല്ലാത്തിനേക്കാളും ആ പ്രവാചകനെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ സാധിക്കുമ്പോഴാ ഞാൻ ആ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ വെറും നാടകമാ. ഇതും വെറും ഇങ്ങനെ പറഞ്ഞു പോകാതെ ഉള്ളൂ. ഇതൊക്കെ റബ്ബിന്റെ അടുക്കൽ ചെല്ലുമ്പോ ഇങ്ങനെ ഓരോ ഇഴകൾ വെച്ച് പരിശോധിക്കുമ്പോ നമുക്കൊക്കെ യഥാർത്ഥ ഈമാൻ ഉണ്ടാകോ എന്നത് ഞാനും നിങ്ങൾ ആലോചിക്കണ്ടേ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥ വിശ്വാസികളെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നൊക്കെ മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലാ യുമിനു അബ്ദുൻ ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ അഹ്ലിഹി വമാലിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾ മുഅ്മിനാകുന്നില്ല ഇതുവരെ എന്നറിയോ? അവന്റെ ഇഷ്ടം അവന്റെ കുടുംബത്തെക്കാൾ, അവന്റെ ഭാര്യയേക്കാൾ, അവന്റെ സമ്പത്തിനേക്കാൾ, അതുപോലെ തന്നെ ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും ആ പ്രവാചകനെ ഒരാൾ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും മുഅ്മിനാകില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിച്ചു പോകുമ്പോ, സഹോദരങ്ങളെ, ആയിട്ടില്ല. ഇനിയും ആ പ്രവാചകനെ ഇഷ്ടപ്പെടാനുണ്ട്. എനിക്ക് പലതും ചെയ്യാനുണ്ട്. എന്റെ ശരീരത്തിൽ, എന്റെ വസ്ത്രത്തിൽ ഒക്കെ പലതും മാറാനുണ്ട്. ഇല്ലേ? നാം ചിന്തിക്കണ്ടേ, നാം ആലോചിക്കണ്ടേ? താടി രോമങ്ങൾ ഇങ്ങനെ നീണ്ടു വരുമ്പോ അതൊന്ന് നീട്ടി വളർത്താൻ പോലും നമുക്ക് പറ്റണില്ല സഹോദരങ്ങളെ, പറ്റണില്ല. എല്ലാ ഹദീസിലുണ്ട്, നിങ്ങൾ താടിയെ സമൃദ്ധമായി വെറുതെ വിടുക. എത്ര ഹദീസാ. എന്നിട്ടോ നമ്മളിങ്ങനെ കണ്ണാടിന് മുമ്പിൽ നിന്നിട്ടോ കുറച്ച് താടി വലുതായിട്ടുണ്ടല്ലോ. ഉളുഹിയ്യത്തിനൊക്കെ നമ്മൾ ഉരുവിനെ കൊടുക്കാൻ റെഡിയായി ദുൽഹിജ്ജ പിറന്നത് മുതൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് രോമങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, നഖം വെട്ടാൻ പറ്റില്ല. അപ്പോഴോ ചില ആളുകളുടെയൊക്കെ മുഖത്തൊക്കെ താടിങ്ങനെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുവേ നിലനിർത്തി കൊടുക്കണേ അല്ലാ. എന്തൊരു രസ, എന്തൊരു ഭംഗിയ, എന്തൊരു ബർക്കത്ത, എന്തൊരു ഈമാനിന്റെ ചൈതന്യമാ. അല്ലാഹുവേ നിലനിർത്തി കൊടുക്കണേ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാലോ ആ പെരുന്നാളിന്റെ സുദിനം കഴിഞ്ഞ് ഉളുഹിയ്യത്തങ്ങടെ അറുത്ത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ബാർബർ ഷോപ്പിലേക്കാണ്. ഭാര്യക്ക് ഇഷ്ടമല്ല, എന്താ ചെയ്യാൻ? ഭാര്യക്ക് ഇഷ്ടമല്ല. വീട്ടുകാരൻ ഞാൻ ചെല്ലുമ്പോ ഊഷാൻ താടി വെച്ച് വന്നിട്ടുണ്ട് എന്ന് കളിയാക്കുന്നു. ഞാൻ എന്ത് ചെയ്യാൻ? സഹോദരങ്ങളെ, വീട്ടുകാരെക്കാളും, ഭാര്യയെക്കാളും, കുടുംബത്തെക്കാളും, ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും ഹബീബിനെ ഇഷ്ടപ്പെട്ടാലേ മുഅ്മിനാകുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയുള്ളൂ, വളരെ സിമ്പിളാ. നമ്മൾ ദീനിനെ മുമ്പിൽ വെക്കാം, ബാക്കിയൊക്കെ പിന്നിലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈമാൻ എപ്പോഴെങ്ങനെ കൂടാ എന്നറിയില്ല. കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടാനുള്ള പണി നമ്മൾ എടുക്കണം. സ്വഹാബത്ത് ഇങ്ങനെ പരസ്പരം കാണുമ്പോൾ അവർ പറയും, പരലോകത്തെ കുറിച്ചൊന്ന് സംസാരിക്കല്ലേ, ഈമാനൊന്ന് വർദ്ധിക്കാൻ. മൊബൈൽ ചാർജ് തീർന്ന നമ്മൾ വീട്ടിലേക്ക് ചെന്ന വൈഫിനോട് പറയുന്നു, കുത്തിയിട്ടു, എനിക്ക് വേറെ സ്ഥലത്ത് പോകാണ്ട്, വേഗമായിക്കോട്ടെ അല്ലേ? ആ മൊബൈൽ ഉപയോഗിക്കാനാ. സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ കുറയുമ്പോൾ, സുബഹിന്റെ ജമാഅത്ത് ഇങ്ങനെ ആഴ്ചകളിൽ എല്ലാ ദിവസവും നഷ്ടപ്പെട്ടപ്പോ എനിക്ക് സുബഹിന്റെ ജമാഅത്ത് കിട്ടാൻ വേണ്ടി എന്തു പണിയാ നമ്മൾ എടുത്തേ. പരിശുദ്ധ ഖുർആനിനെ റമദാനിൽ മടക്കി വെച്ചിട്ട് ഇതുവരെ തുറക്കാത്തവര്,
അതൊന്ന് തുറക്കാൻ എന്തു പണിയാ ജീവിതത്തിൽ എടുത്തേക്കണേ ഇല്ലേ? വാപ്പയായിട്ട് പിണങ്ങിയിട്ട് വർഷങ്ങളായി. ഒന്നും മിണ്ടാൻ, ഒന്നടുത്തിരിക്കാൻ, ഒന്ന് ചേർത്ത് കെട്ടിപ്പിടിക്കാൻ. സഹോദരങ്ങളെ, എന്തു പരിഹാര നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തേക്കണേ ഇല്ലേ? ഒക്കെ പോകേണ്ടത് മരിച്ചാണ്. മരണം കഴിഞ്ഞ് യഥാർത്ഥ മരണമില്ലാത്തൊരു ലോകം, ഒരു ജീവിതം. ആ ജീവിതത്തെ യഥാർത്ഥത്തിൽ നിങ്ങൾ കൺമുമ്പിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാകും, എല്ലാത്തിനും പരിഹാരം ഉണ്ടാകും, എല്ലാത്തിനും മാർഗം ഉണ്ടാകും, മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. യാതൊരു സംശയവുമില്ല. നോക്കേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇനിയിപ്പോ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും മാറൂല എന്നാണ് ആരെങ്കിലും വിചാരിക്കണമെങ്കിൽ നിങ്ങൾ സൂറത്തു തൗബ ഇന്ന് പോയിട്ട് പഠിക്കേണ്ട ഒരു സൂറത്താണ്. എന്താണ്? സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാ, നബിയെ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്നറിയോ? ഇൻകാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ബന്ധപ്പെട്ടു നിൽക്കുന്ന പല കാര്യങ്ങളെയും ഇങ്ങനെ ഉണർത്തുകയാണ്. ഇൻകാന ആബാഉകും, നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടല്ലോ, വഅബ്നാഉകും, നിങ്ങളുടെ പുത്രന്മാരുണ്ടല്ലോ, വഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ലോ, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകളുണ്ടല്ലോ, വഅശീറതുകും, നിങ്ങളുടെ കുടുംബമുണ്ടല്ലോ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നഷ്ടം സംഭവിച്ചിട്ടുള്ള സമ്പത്തുണ്ടല്ലോ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, അതുപോലെ തന്നെ നഷ്ടത്തെ വിചാരിക്കുന്ന കച്ചവടങ്ങളുണ്ടല്ലോ, വമസാകിനു തർളൗനഹാ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടല്ലോ അല്ലെ? ഇതൊക്കെ ഉണ്ട്. എന്നാലോ അല്ലാഹു പറയുകയാണ്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, ഇതൊക്കെ നിങ്ങൾക്ക് അല്ലാഹുവിനേക്കാളും അവിടുത്തെ റസൂലിനേക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, വജിഹാദും ഫീ സബീലിഹി, വജിഹാദും ഫീ സബീലിഹി, അവന്റെ മാർഗത്തിൽ ധർമ്മ സമരത്തിൽ ഇറങ്ങി പുറപ്പെടുന്നതിനേക്കാളും നിങ്ങളുടെ മക്കളെ, മാതാപിതാക്കളെ, ഇണകളെ, കുടുംബത്തെ, കച്ചവടത്തെ, ധനത്തെ, അതിനെയൊക്കെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ കാത്തിരുന്നു കൊള്ളുക. അള്ളാന്റെ ശിക്ഷ ഇറങ്ങുന്നതാണ്. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. പണ്ഡിതന്മാർ ആയത്തിനെ വിശദീകരിച്ചു. എന്നിട്ട് പറയുകയാണ്, അള്ളാഹു നിങ്ങളെ എങ്ങനെയാണ് ശിക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊള്ളുക. പെട്ടെന്നുള്ള ശിക്ഷകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. എങ്ങനെയുള്ളവർക്കാണെന്നറിയോ? അള്ളാഹുവിനേക്കാൾ, അവിടുത്തെ റസൂലിനേക്കാൾ, അവിടുത്തെ മാർഗത്തിൽ ജിഹാദിനിറങ്ങുന്നതിനേക്കാൾ സ്വന്തം മക്കളെ, വാപ്പയെ, കുടുംബത്തെ, സമ്പത്തിനെ, വീടിനെ, കച്ചവടത്തെ ഒക്കെ മുമ്പിൽ കാണുന്നവരെ. എങ്ങനെയാ വീട് പണിത്? വീട് പണിത് എങ്ങനെയാ? ഇപ്പോഴും വീട് പണിതതിന്റെ ലോൺ തീർന്നിട്ടില്ല എന്ന് ചില ആൾക്കാർ പറയും. അപ്പോ വീടിന് വേണ്ടി എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം അവരെക്കാളും, അവർ പറഞ്ഞ അധ്യാപനങ്ങളെക്കാളും എനിക്ക് വലുത് എന്റെ വീടാ, എനിക്ക് വീട് വേണം എന്നങ്ങോട്ട് തീരുമാനിച്ചപ്പോഴോ ഫതറബ്ബസൂ, കാത്തിരുന്നു കൊള്ളുക. ഇത് വെറുതെ പറഞ്ഞില്ല, അല്ലാഹ് പറഞ്ഞ വാചകമാണ്. സഹോദരങ്ങളെ, സൂറത്തു ആ ഒരു തൗബയിലെ 23-ാമത്തെ ആയത്ത്, 24-ാമത്തെ ആയത്ത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. സഹോദരങ്ങളെ, എന്തപ്പോ കിട്ട? അല്ലാഹുവിന്റെ റസൂലിനെ ഒരാൾ സ്നേഹിച്ചാൽ ഇപ്പൊ സ്നേഹിക്കണം, ഇത്രയധികം സ്നേഹിക്കണം, ഇങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. എന്ത് സമറാത്തുകളാണ്, എന്ത് പ്രതിഫലങ്ങളാണ് അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചാൽ കിട്ടുക അല്ലെ? അത് നമ്മൾ അറിയണം. അള്ളാന്റെ റസൂലിനെ ഒരാള് എല്ലാത്തിനേക്കാളും സ്നേഹിക്കുമ്പോ അയാൾക്ക് എന്താ കിട്ടാനുള്ള? പരിശുദ്ധ ഖുർആൻ എന്താ പറയാ? നബിയെ പറഞ്ഞു കൊടുക്കണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണമെന്നാണ്. അല്ലാഹുവിനോടുള്ള സ്നേഹം
ആ പ്രവാചകനെ പിൻപറ്റുന്നതിലൂടെയാണ്. അങ്ങനെ പിൻപറ്റിക്കഴിഞ്ഞാലോ, ഒരാള് ചെരുപ്പിട്ടപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞത് വലത്തെ കാല് ആദ്യം ധരിക്കാനാണ്. അപ്പൊ ഒരാൾ ആ ചെരുപ്പിട്ടപ്പോ എന്ത് ചെയ്തു? ആ വലത്തെ കാല് ആദ്യം ധരിച്ചു. എങ്കിലോ വലത്തെ കാല് ആദ്യം ധരിക്കാനാണ്. അപ്പൊ ഒരാൾ ആ ചെരുപ്പിട്ടപ്പോ എന്ത് ചെയ്തു? ആ വലത്തെ കാല് ആദ്യം ധരിച്ചു. എങ്കിലോ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാ. ഒരാളിങ്ങനെ വസ്ത്രം എടുത്തപ്പോ വലത്തെ കൈ ആദ്യം പ്രവേശിപ്പിച്ചു. എന്തിനാ? അള്ളാന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചേ. അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാ. ഒരാളിങ്ങനെ മുടി നീക്കാൻ നേരത്തെ എന്ത് ചെയ്തു? വലതിനെ മുന്തിച്ചു. അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാ. എല്ലാവരും ഏത് സുന്നത്തിനെയും പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളെ ഫോളോ ചെയ്യാൻ വേണ്ടി നാം എടുക്കുന്ന പരിശ്രമങ്ങളിൽ നമുക്ക് കിട്ടുന്നത് ആ റബ്ബിന്റെ ഇഷ്ടമാണ്. ആ റബ്ബിന്റെ ഇഷ്ടമാണ്. അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ തന്നെ പിന്നെ വേറെ ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല സഹോദരങ്ങൾ. അള്ളാന്റെ ഇഷ്ടം കിട്ടണോ? ആ സുന്നത്തുകളെ ഹയാത്താക്കാൻ, ജീവിതത്തിൽ ആ പ്രവാചകനെ അധ്യാപനങ്ങളെ ജീവിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് മാത്രല്ല, നിങ്ങളുടെ പാപങ്ങളെ അവൻ പുറത്തു തരുന്നതാ. അള്ളാന്റെ ഇഷ്ടം കിട്ടും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ്. അല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അത് മാത്രല്ല, നോക്കിയേ, പണ്ഡിതന്മാർ പറയുക മിൻ അസ്ബാബിൽ ഹുസൂലി അലാ ഹലാവത്തിൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും. എങ്ങനെ? അള്ളാന്റെ റസൂലിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അപ്പോഴാ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുക. നമ്മളൊരു ഫ്രൂട്ട് വാങ്ങിക്കടയിൽ വീണ്ടും ആ ഫ്രൂട്ട് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ മധുരം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം, അല്ലെ? ആ മധുരം ഓർത്തിട്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് ആ ഹോട്ടലിലെ ഫുഡ് നല്ല ഫുഡാണ്. എന്തുകൊണ്ടാ? അത് കഴിച്ചപ്പോ അതിന്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഈമാനിന്റെ ഹലാവത്തുണ്ടല്ലോ, മാധുര്യമുണ്ടല്ലോ, അത് ആസ്വദിക്കാൻ സാധിക്കുന്നത് ആർക്കാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങളിൽ ഒരാളിലുണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അയ്യകൂനല്ലാഹ്, അല്ലാഹ് ആയിരിക്കുക, വറസൂലുഹു, അവിടുത്തെ റസൂലായിരിക്കുക, അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, ബാക്കി എല്ലാത്തിനേക്കാളും അവന് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹു ആയിരിക്കുക, അവിടുത്തെ റസൂലായിരിക്കുക. എങ്കിലോ അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റും. ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോ പൈസയും കൊണ്ട് അവിടെ കുടുങ്ങിയപ്പോ കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരൊക്കെ പറഞ്ഞുടാ ആധാരം കൊണ്ടുപോയി വെച്ച പ്രശ്നപതിയിലും 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് പൈസ കിട്ടുമ്പോ ആധാരം എടുക്കാലോ. എളുപ്പ വഴികൾ എപ്പോഴും ഹറാമായിരിക്കും മിക്കവാറും. നിങ്ങൾ ആലോചിച്ചു, എളുപ്പ വഴികളുണ്ടല്ലോ, നമ്മളിലേക്ക് ആളുകൾ ഉപദേശിക്കുന്ന വഴികളൊക്കെ മിക്കവാറും ഹറാമായിരിക്കും. അവിടെ അല്ലാഹു റസൂലും വിരോധിച്ചതും വിലക്കിയതും ഹറാമുമാണല്ലോ. ഇല്ല, ആ വഴി ഞാൻ നടക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? എത്ര ആൾക്കാരെന്നറിയൂ ഇപ്പോ പ്രായക്കാകുമ്പോ വന്നിട്ട് ചോദിക്കാറുണ്ട്, പണ്ട് പലിശെടുത്ത ബിസിനസ് എടുത്തിയത്, പലിശെടുത്ത വീട് പണിതത്, പലിശെടുത്ത പലതും ചെയ്തത്, എന്താ പരിഹാരം? വിഷമിച്ചിട്ട് വീട്ടിലൊക്കെ കിടന്നിട്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല എന്നാ. മനസ്സിലായില്ലേ? അതാണ് ഈമാൻ നഷ്ടപ്പെട്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ അവസാനം ഖേദമാണ്, ദുഃഖമാണ്, വിഷമമാണ്. ഈമാനൊക്കെ കിട്ടുമ്പോഴാ ആ വിഷമമൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരാം. അവർക്കൊന്നും ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറയാം. പലതും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതിന്റെയൊക്കെ ബേസ്മെന്റ് ഒക്കെ നിഷിദ്ധമാണ്, ഹറാമാണ്. അവിടെ അല്ലാഹു സൂക്ഷിച്ചിരുന്ന ഒരാളാണെങ്കിലോ അവന് ചിലപ്പോൾ ഇന്ന് കാണുന്ന അതിലൊന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും അവനൊരു സമാധാനം ഉണ്ടാവും, അവന് വല്ലാത്തൊരു നിർഭയത്തുണ്ടാകും, ഒരു ഈമാനികമായ നിർവൃതി ആസ്വദിക്കാൻ പറ്റും. അവിടെയാണ് ഈ പറഞ്ഞത് എന്ത്? അള്ളാഹുവും റസൂലും എന്ത് ചെയ്യുക? എല്ലാത്തിനേക്കാളും അവന് പ്രിയപ്പെട്ടതാവുക എന്നത്. ഇനി മൂന്നാമത്തെ സമറാത്ത് എന്താണ്? അള്ളാഹിന്റെ റസൂലിന് ഒരാൾ സ്നേഹിച്ചാൽ കിട്ടണം ഗുണം എന്താണ്? മൂന്നാമത്തേത് നോക്കിയേ, അള്ളാഹിന്റെ റസൂല് പറയാ, ഒരാൾ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, വല്ലാത്തൊരു ഹദീസാണ് കേട്ടോ, നമുക്കൊക്കെ അങ്ങനെ പറ്റുമോ എന്ന് ആലോചിക്കണം. പറ്റണം. അള്ളാഹിന്റെ റസൂലിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് ഇതാ മനുഷ്യൻ പറയുകയെ, അല്ലാഹുവിന്റെ റസൂലേ, എപ്പോഴാണ് അന്ത്യസമയം സംഭവിക്കുക?
ആ മനുഷ്യന് അന്ത്യനാളിനെ കുറിച്ചാ അറിയേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരിച്ചുള്ള ചോദ്യം എന്താണെന്നറിയോ? വമാ അഅദത്ത സ്സാഅ വമാ അഅദത്ത ലിസ്സാഅതി, എന്താണ് നീ അന്ത്യനാളിലേക്ക് നീ പ്രവേശിക്കാൻ ഒരുക്കി വെച്ചിട്ടുള്ളത്? പലപ്പോഴും ആളുകൾ സംസാരിക്കുമ്പോൾ പറയും, അന്ത്യനാളൊക്കെ അടുക്കാറായിട്ടുണ്ട്, കണ്ടില്ലേ, പലതും കേൾക്കണൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയല്ലേ. ചിന്തിച്ചേ, അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ എന്താ നാം ഒരുക്കി വെച്ചിട്ടുള്ളത്? അന്ത്യനാളിലേക്ക് അടുക്കുന്നുവെങ്കിൽ എന്തേ ഞാനും നിങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ളത്? ഈ അന്ത്യനാളിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മൾ എന്താ ഒരുക്കിയേക്കണേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാം, നീ എന്താ ഒരുക്കിയേ? ആ മനുഷ്യന്റെ മറുപടി എന്താണെന്നറിയോ? ഹുബ്ബുല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും അവിടുത്തെ റസൂലിനോടുമുള്ള ഇഷ്ടമാണ് ഞാൻ സമ്പാദിച്ചിട്ടുള്ളത്. എനിക്കിഷ്ടമാ അല്ലാഹുവിനെ, എനിക്കിഷ്ടമാ അവിടുത്തെ റസൂലിനെ. ഈ മനുഷ്യൻ ഇങ്ങനെ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാ, ഫഇന്നക മഅ മൻ അഹബബ്ത, തീർച്ചയായും നീ ഇഷ്ടപ്പെട്ടവരുടെ കൂടെയാണ് നീ ഉണ്ടായിരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുമ്പോ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഫമാ ഫറഹ്നാ ബഅദൽ ഇസ്ലാമി ഫർഹാ. ഈ ഹദീസ് നമുക്ക് കേട്ടപ്പോ എന്താ തോന്നിയതെന്നറിയില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഇസ്ലാമിന് ശേഷം എനിക്ക് സന്തോഷം ഉണ്ടാക്കിയ വേറൊരു കാര്യവും ഉണ്ടായിട്ടില്ല. അശദ്ദ മിൻ ഖൗലിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ പ്രവാചകൻ പറഞ്ഞ ഈ വാചകത്തെക്കാൾ ഏത് വാചകമാണെന്നറിയോ? ഫഇന്നക മഅ മൻ അഹ്ബബ്ത, താങ്കൾ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളുടെ കൂടെയായിരിക്കും താങ്കൾ നാളെ സ്വർഗ്ഗത്തിൽ എന്ന വാചകം. ഇസ്ലാം എന്നതാണ് എനിക്ക് ഏറ്റവും അനുഗ്രഹമായി തോന്നിയത്, അത് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ സന്തോഷിച്ചത് ഈ വാചകത്തിന്റെ പേരിലാണ്. എന്നിട്ട് അനസ് റളിയല്ലാഹു പറയുന്ന വാചകം നോക്കിയേ, ഫഅന ഉഹിബ്ബുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു, വറസൂലഹു, അവിടുത്തെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു, വഅബൂബക്കറിൻ വഉമറിൻ, ഞാൻ അബൂബക്കറിനെ ഇഷ്ടപ്പെടുന്നു, വഉമർ, ഞാൻ ഉമർ റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു, റസൂലിനെ ഇഷ്ടപ്പെടുന്നു, അബൂബക്കറിനെ ഇഷ്ടപ്പെടുന്നു, ഉമറിനെ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം പറയാ, ഫഅർജു അൻ നകൂന മഅഹും, ഞാൻ അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിലാകാൻ ആഗ്രഹിക്കുന്നു, വഇല്ലം അഅമൽ ബിഅഅമാലിഹിം, ഞാൻ അവർ ചെയ്ത പണിയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം. ആ പ്രവാചകനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടണം, ആ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കണം. ഇങ്ങനെ അതരങ്ങൾ കൊണ്ട് ആ റസൂൽ ഇഷ്ടാന്ന് പറയലല്ല ഇഷ്ടം. ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളെ കർമ്മപദത്തിൽ കൊണ്ടുവന്ന് ജീവിതത്തിൽ കൊണ്ടുവന്ന് സ്വീകരിച്ച് അതിനെ കൃത്യമായി പുൽകുമ്പോഴാണ് ആ പ്രവാചകനെ ഇഷ്ടപ്പെടാൻ, ആ പ്രവാചകനോടുള്ള ഇഷ്ടമായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ആദ്യ ഖുതുബയിൽ നമ്മൾ ഓർമ്മിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടൽ നിർബന്ധമായ കാര്യമാണ്. പ്രവാചകനെ ഇഷ്ടപ്പെടാത്തവൻ മുസ്ലിമല്ല, മുഅ്മിനല്ല, അവൻ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല. ആ പ്രവാചകനെ ഇഷ്ടപ്പെട്ടാൽ ലഭിക്കുന്ന ഗുണങ്ങൾ, അതിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ സാധിക്കും, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവർ പ്രവാചകന്റെ കൂടെയായിരിക്കും നാളെ സ്വർഗ്ഗത്തിൽ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളെയാണ് ആദ്യ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് പ്രത്യേകമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളിയും അതിൻ്റെ
കാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നത് വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന പിരിവുകൾ കൊണ്ട് തന്നെയാണ്. ഇന്ന് പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട പിരിവാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന മദ്രസയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും നാമും കൂടി അതിലൊരു ഭാഗവാക്കാകാനുള്ള ഒരു സുവർണ അവസരമാണ് ഇങ്ങനെയുള്ള പിരിവുകൾ എന്ന് മനസ്സിലാക്കുക. ഒരു ബുദ്ധിമുട്ട് ഒരാൾക്കും തോന്നാൻ പാടില്ല. ബുദ്ധിമുട്ട് ഉണ്ടായി എന്തും കൊടുത്തിട്ടും ഒരു കാര്യമില്ല. എന്നാലോ മനസ്സറിഞ്ഞ് വളരെ ആത്മാർത്ഥമായി ഒരാൾ കൊടുക്കുന്ന ഏത് ഇഖ്ലാസോട് കൊടുക്കുന്ന ഏത് സ്വതക്കയും ഏത് ദാനധർമ്മവും അള്ളാഹുവിന്റെ അടുക്കൽ അവൻ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമെന്നുള്ളതാണ്. നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അള്ളാഹു രാവിലെ ചെലവഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്യും. ആ മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുവേ അവന് നീ ഇരട്ടി നീ കൊടുക്കണ റബ്ബേ, അവന് നീ പകരം ഇരട്ടി നീ കൊടുക്കണ റബ്ബേ. ഇനി അത് തടഞ്ഞു വെക്കുന്നവന് ഒരു മലക്കിന്റെ പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവേ തടഞ്ഞു വെച്ചതുപോലെ ഇവനും നീ തടഞ്ഞു വെക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുമെന്നതാണ്. സഹോദരങ്ങളെ, അൽ മാലു മാലുല്ലാഹ്, നമ്മുടെ കയ്യിൽ അതിങ്ങനെ ക്രയവിക്രയം ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ സമ്പത്ത് അന്ന് നമ്മളെ ഏൽപ്പിച്ചതേ ഉള്ളൂ. അത് നമ്മുടേതല്ല. നിങ്ങളുടെ വീടിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ വീടിന്റെ മുന്നാധാരങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മുന്നാധാരെടുത്ത് അയാളുടെ പേര് വായിച്ചിട്ട് ഒരു കാലത്ത് അയാൾ ആ വീടിന്റെ പറമ്പിന്റെ മുമ്പിൽ നിന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടാകും ഇത് എന്റേതാണ്. ഇന്ന് നമ്മൾ പറയുന്നു എന്റേതാണ്. നാളെ ആരൊക്കെയോ പറയാനുള്ള ഭൂമിയല്ലേ നമ്മുടെ വീടും നമ്മുടെ പറമ്പും ഒക്കെ. അത്രയുള്ളൂ. ആധാരം നോക്കിയാൽ തന്നെ അറിയാം. നാളെ വേറൊരാൾ പറയും, നാളെ നമ്മുടെ മക്കള് പറയും, വേറെ ആളുകൾ പറയും ഇത് എന്റേതാണ്. ആരും കൊണ്ടുപോയിട്ടില്ല, അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. എല്ലാവരും പറഞ്ഞു എന്റേതാണ്. പറയാനുള്ള സ്വാതന്ത്ര്യം അന്ന് കൊടുത്തു, പക്ഷെ ആരും കൊണ്ടുപോയിട്ടില്ല. ഇതാണ് സമ്പത്തിന്റെ അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന നല്ലൊരു ഇടപെടൽ വിഷയത്തിൽ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ മുസീബത്തുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാൻ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ പ്രവാചകനെ പഠിപ്പിച്ച പോലെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളായി വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട്, അല്ലാഹുവേ അവരുടെ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്നവരുടെ ആയുസ്സും ആഫിയത്തും ഒക്കെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹജാത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.